ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ മരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യേശുനാഥൻ ശിഷ്യന്മാരോട് തങ്ങളുടെ ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ദുഃഖങ്ങൾ, അവരനുഭവിക്കാനിരിക്കുന്ന വേദനകൾ. അപ്പം ഇതിനിടയിൽ യേശുനാഥൻ പ്രതീക്ഷയെ നൽകുന്നുണ്ട്. കാരണം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ ദുഃഖം സന്തോഷമായി മാറുന്നതിൻ്റെ ഒരു കാരണം അവിടുന്ന് പറയുന്നത്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. അതായത് ക്രിസ്തു നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ ഞാൻ വീണ്ടും നിങ്ങളെ കാണും എന്നുള്ളതാണ്. അതായത് ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടും. എൻ്റെ ദുഃഖത്തിനിടയിൽ, സങ്കടങ്ങൾക്കിടയിൽ യേശുവിനെ ഞാൻ കണ്ടുമുട്ടും. ഇവിടെ യേശുനാഥൻ പറയുന്നത് ഉദ്ധാനത്തിന് ശേഷമുള്ള അവിടുത്തെ വീണ്ടുവരവിനെ കുറിച്ചാണ്. കാരണം മരണത്തോടെ ദുഃഖത്തിലായിരുന്നിരിക്കുന്ന ശിഷ്യ സമൂഹം ഉദ്ധിതനായ ക്രിസ്തുവിനെ കാണുമ്പോൾ സന്തോഷിക്കും. എന്നാൽ ഇവിടെ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷമുള്ള വരവ് മാത്രമല്ല, രണ്ടാം വരവിനെ കൂടെ ഒരു സൂചന നൽകുന്നുണ്ട്. കാരണം ക്രിസ്തു ഇപ്പോൾ പിതാവിൻ്റെ പക്കലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം അവൻ്റെ നാമത്തിൽ സങ്കടം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന ശിഷ്യന്മാർക്ക് അവൻ നൽകുന്നൊരു പ്രതീക്ഷ ഇതാണ്: ഞാൻ നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. അതായത് ഈ ലോകത്തിന് നൽകാൻ പറ്റുന്ന സന്തോഷത്തെക്കുറിച്ചല്ല, ക്രിസ്തുവിന് മാത്രം എൻ്റെ ഹൃദയത്തിന് നൽകാൻ പറ്റുന്ന സന്തോഷം അവൻ്റെ ദർശനമാണ്. നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നതും അവിടുത്തെ കാണാനാണ്. അപ്പോൾ അവിടുത്തെ കാണാനായി കാത്തിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതെല്ലാം സന്തോഷമായി മാറുന്നത് അവിടുത്തെ ദർശിക്കുമ്പോഴാണ്. ഈ ദർശനം ഇനി രണ്ടാം വരവിന് മാത്രമല്ല, ഈ ലോകത്ത് നന്മ നിറഞ്ഞ ജീവിതം ഞാൻ നയിക്കുമ്പോൾ ഞാൻ എൻ്റെ ഓരോ നന്മ പ്രവൃത്തികളും ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയും. ആ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതാണ് എൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നത്. ഞാൻ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളിലും, ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനകളിൽ, ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളിൽ എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ ആ ഓരോ ദുഃഖത്തിനിടയിലും ഞാൻ നന്മ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ യേശുനാഥൻ എൻ്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞ വാഗ്ദാനം എനിക്ക് പൂർത്തീകരിക്കുന്നുണ്ട്: നിങ്ങൾ എന്നെ കാണുമ്പോൾ സന്തോഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അവിടുത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാം വരവിൽ മാത്രമല്ല, ഈ ലോകത്തിലും എനിക്ക് യേശുനാഥനെ കണ്ടെത്താൻ പറ്റും. എൻ്റെ വിശുദ്ധ ജീവിതത്തിലൂടെ, ക്രിസ്തു കാണിച്ചു തന്ന ജീവിതത്തിലൂടെ അവിടുത്തെ ജീവിക്കുമ്പോൾ ഞാൻ അവനെ ഓരോ നിമിഷവും കണ്ടുമുട്ടുന്നുണ്ട്. ഈ സാവൂളിന് സംഭവിച്ചത് അതാണ്. സാവൂള് ക്രിസ്തുവിനെ തിന്മ നിറഞ്ഞ പ്രവൃത്തികൾക്കിടയിലും അവൻ കണ്ടുമുട്ടി. യേശുനാഥൻ്റെ സാന്നിധ്യം കണ്ടു, അവൻ തിരിച്ചറിഞ്ഞു, അവൻ്റെ ഹൃദയത്തിന് സന്തോഷം കിട്ടി. അവൻ പൗലോസായി മാറിയതുപോലെ എൻ്റെ ജീവിതത്തിലും എനിക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റും. ഓരോ ഇടങ്ങൾ അവിടെ ഞാൻ സന്തോഷം തിരിച്ചറിയണം, ഹൃദയത്തിൻ്റെ സന്തോഷം. അപ്പോൾ എനിക്കും പ്രാർത്ഥിക്കാനുള്ളതാണ്, എൻ്റെ ഈ ദുഃഖങ്ങളൊക്കെ മാറാൻ അവിടുത്തെ കണ്ടുമുട്ടാനുള്ള കൃപ എനിക്കുണ്ടാവണം. രണ്ടാം വരവിൽ മാത്രമല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോഴും അവിടുത്തെ സാന്നിധ്യം എനിക്ക് കണ്ടെത്താൻ കഴിയണം. അപ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടുന്ന ഏറ്റവും വലിയ ഒരു വഴി കൂടെയാണ്. കൂദാശയിൽ അവിടുത്തെ സത്യമായും സന്നിഹിതനാണ്. പ്രത്യേകിച്ച് ദിവ്യകരണ കൂദാശയിൽ ഞാൻ കണ്ടുമുട്ടുന്നുണ്ട് യേശുവിനെ. അപ്പോൾ അവിടുത്തെ കാണുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷമായി മാറണം. സന്തോഷമായി മാറുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാൻ ജീവിക്കുമ്പോൾ നന്മ നിറഞ്ഞ ജീവിതമായിരിക്കണം എൻ്റേത്. ആ ജീവിതത്തിൽ നിന്ന് എനിക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതം നന്മ നിറഞ്ഞതാണെങ്കിൽ കൂദാശയിൽ പോലും ഞാൻ കണ്ടെത്തുന്ന ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിയും, എൻ്റെ ഹൃദയം സന്തോഷമെന്ന് പറയും. അപ്പോൾ അനുദിനം ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും. കൃഷ്ണനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.